സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. 7th സെമസ്റ്റർ ബിഫാം ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 3 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോൺ clinical drug development എന്ന് പറയുന്നത്. So this is the learning objective of today's session. After the session you will able to understand, describe and write about the non-clinical drug development or pre-clinical testing. So this is the importance for your examination point of view. It is an frequently asked 5-mark question like discuss the non-clinical drug development. And second question, it is different from the first question. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. എക്സ്പ്ലെയിൻ ദ റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്നുള്ളത് തന്നെയാണ് 2 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. സോ വെറുതെ എന്താണ് ക്ലിനിക്കൽ ട്രയൽ എന്ന് എഴുതി വെച്ചാൽ പോരാ, എന്താണ് സ്റ്റഡീസ് എന്ന് എഴുതി വെച്ചാൽ പോരാ. അവിടെ സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് റെഗുലേറ്ററി ഫ്രെയിം വർക്കുകൾ പറയുന്നുണ്ട്, എത്തിക്കൽ കൺസിഡറേഷൻസുകൾ പറയുന്നുണ്ട്, ICH ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഗൈഡ് ലൈൻസിലൊക്കെ നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യൽ നിർബന്ധമാണ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആഫ്റ്റർ ദ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫോർമുലേഷൻ ഡെവലപ്മെന്റ്, the second important step is non-clinical drug development അല്ലെങ്കിൽ non-clinical trial അല്ലെങ്കിൽ animal studies എന്നുള്ളതാണ്. And this is the first regulatory requirement also. Drug discovery കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ regulatory requirementഉം pre-clinical studies ആണ്. രണ്ടാമത്തെ stage of drug development processഉം clinical studies ആണ്. So let's start with the definition of non-clinical drug development. So these are a series of evaluations which involve pharmacological, which include both pharmacodynamics as well as pharmacokinetic and toxicological assessment of an potentially new drugs in animal model. So that is the important thing. All this experiment or the evaluations are performed in the animal model, and this is done in order to establish the safety, efficacy and toxicity before the administration of this drug into an human in clinical trial. So clinical trial start ചെയ്യുന്നതിന് മുമ്പ് അനിമൽ മോഡൽസിൽ അതിന്റെ സേഫ്റ്റി, എഫിക്കസി, ടോക്സിസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ അസസ്മെന്റിനെയാണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. So in case of pharmacological assessment, it includes both pharmacokinetic and pharmacodynamic evaluation or assessment. So as we discussed before, drug development process പറഞ്ഞപ്പോൾ സമയത്ത് തന്നെ പറഞ്ഞു, it's a very complex procedure and which is time consuming and also regulatory driven. വെറുതെ പോയിട്ട് നടത്താൻ പറ്റുന്ന സാധനമല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള റെഗുലേറ്ററി അപ്രൂവൽസുകൾ കിട്ടേണ്ടതുണ്ട്. And usually it will take up to 2 years. And it has to be carried out by both in vitro and in vivo method. I think you know the difference between in vitro and in vivo. So in case of in vivo, we will use the animal as such in the animal system. എവിടെയാണോ ഇൻ വിട്രോയിലാണെങ്കിൽ ആ ടിഷ്യൂവിനെ അല്ലെങ്കിൽ ആ ഓർഗനൊക്കെ ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് അതിന്റെ സിമിലർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കാം നമ്മൾ നടത്തുന്നത്. ആൻഡ് വിത്ത് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ഓഫ് ICHന്റെ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് പ്രകാരമാണ് നടത്തുന്നത്. So what are the objectives of non-clinical or pre-clinical testing? The first objective is to establish the safety starting dose for in human studies before the clinical trial. ക്ലിനിക്കൽ ട്രയലിലാണ് നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റിലോട്ട് ഈ പറയുന്ന ഡ്രഗ് കൊടുക്കാൻ പോകുന്നത്. അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ സേഫ്റ്റി ഡോസ്, സേഫ് സ്റ്റാർട്ടിംഗ് ഡോസ് എത്രയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു ഡിറ്റർമൈൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, ബയോ അവൈലബിലിറ്റി and ADME or pharmacokinetic parameters like absorption, distribution, metabolism and excretion, and also to assess the organ toxicity, genotoxicity, carcinogenicity and reproductive toxicity. So along with the pharmacological studies, we have to establish the data for the toxicity also, whether it is an teratogenic drugs or whether it is an carcinogenic drugs or whether it is an genotoxic drugs. We have to establish that data. And also it is mandatory for the further regulatory requirement in order to comply the IND application, investigational new drug application ആണ് അടുത്ത റെഗുലേറ്ററി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ IND application, we have to complete the non-clinical testing or pre-clinical testing. Now coming to the specific point, what is the regulatory requirement for non-clinical drug development?
അത് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും എഴുതേണ്ട കുറച്ച് സാധനങ്ങളാണ്. ദ ഇമ്പോർട്ടന്റ് തിങ് വിച്ച് ഹാസ് ടു ബി ഫോളോഡ് ഈസ് ICH ഗൈഡ് ലൈൻ. ICH ഗൈഡ് ലൈൻസിൽ എങ്ങനെയാണ് ഈ പറയുന്ന ക്ലിനിക്കൽ ട്രയൽ പെർഫോം ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ കീ ICH ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് ICH M2 R2 which include non-clinical safety studies for conducting human clinical trial and marketing authorization, and also ICH S1 to S9 series, in which S1 include carcinogenicity studies, S2 include genotoxicity studies, S4 includes toxicokinetic studies, S5 reproductive toxicity, S6 biotechnological products, S7 pharmacology, and S9 oncological therapeutics. So these are the different guidelines, or these are the regulatory requirements for the conduct of non-clinical drug development. And along with these ICH guidelines, depending on the jurisdiction, there will be some kind of regio-specific requirements. അപ്പൊ അവിടെയുള്ള റെഗുലേറ്ററി അതോറിറ്റി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ്സും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. USFDA ഇൻ കേസ് ഓഫ് USA, യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി, ഇന്ത്യയിലെ CDSCO. So along with these ICH guidelines, the regio-specific requirement and format must be followed for the non-clinical drug development studies. And as part of the ICH guideline, it is very mandatory to follow the good laboratory practice complaints. അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, which is mandated by Organization for Economic Cooperation and Development and which is adopted by the regulatory authority globally. എല്ലാ റെഗുലേറ്ററി അതോറിറ്റീസും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ബൈ ഫോളോയിങ് ദീസ് ഗൈഡ് ലൈൻസ് ഇറ്റ് വിൽ എൻഷുർ ദ ഡാറ്റ ഇന്റഗ്രിറ്റി ഓഫ് ദ ക്ലിനിക്കൽ ട്രയൽസ്, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ഓർ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആൻഡ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ആൻഡ് എവറി പ്രൊസീജിയർ ഷുഡ് ബി അണ്ടർ ആൻ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം മാത്രമേ അത് നടത്താൻ പാടുള്ളൂ. And it should be performed by qualified personnel and it should be performed by validated equipments also. So ഇതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. GLP ഗൈഡ് ലൈൻസിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. എങ്ങനെ ഡാറ്റ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ SOP മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽസിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ ട്രയൽസുകൾ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്താൻ പാടുള്ളൂ. And it should be audited during the regulatory inspection by the respective regulatory authority. എവിടെയാണോ ഈ പറയുന്ന ലാബ്, ആ ലാബിൽ വെച്ചിട്ട് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ IND ആപ്ലിക്കേഷൻ ഓർ ഓൺ ദ ഒക്കേഷൻ ഓഫ് MA ഓർ NDA അപ്രൂവലിനൊക്കെ പോകുന്ന സമയത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ദേ ഹൗ ടു ഇൻസ്പെക്ട് ദ ഫെസിലിറ്റീസ്. ലാബ് ആണെങ്കിലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിലും അതെല്ലാം ഇൻസ്പെക്ട് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. What is the importance of non-clinical drug development in the regulatory submission? We have already mentioned, in order to apply for IND application, investigational new drug application, we have to complete the non-clinical drug development studies or non-clinical studies to give the data of the newly discovered drug for their safety, efficacy and toxicity. ഈ പറയുന്ന ഡാറ്റ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ കൊടുത്താൽ മാത്രമാണ് അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. Again, we have to apply for IND application as per the CTD, Common Technical Documents. And in case of Common Technical Document, the data of non-clinical drug development is coming in the Module 4 as well as Module 2.4 and 2.6. CTD-യിൽ വരുന്ന സമയത്ത് അതിലെ Module 4-ൽ കൊടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റിന്റെ ഡാറ്റയാണ്. മൊഡ്യൂൾ 2.4-ലും 2.6-ലും കൊടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഈ CTD-യിൽ വരുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് ഡാറ്റയാണ്. ഓക്കെ, നൗ ഇൻ regio-specific requirements, in case of IND application, it has to be followed as per the ICH guidelines. In case of MAA, marketing authorization in European countries, in order to get the
approval from the European medical agencies. They have to follow the ICH-M3 complaint data with local EMA expectation, and also in case of India, we have to follow the scheduled Y requirements. ഇന്ത്യയിൽ ഈ പറയുന്ന പ്രീ ക്ലിനിക്കൽ ഡാറ്റാസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്നിവ ഷെഡ്യൂൾ ബൈ കംപ്ലൈന്റ് അനിമൽ സ്റ്റഡീസ്, ഇൻക്ലൂഡിംഗ് ദ സിസ്റ്റമിക് ടോക്സിസിറ്റി, ടെറാറ്റോജെനിസിറ്റി, മ്യൂട്ടാജെനിസിറ്റി. So all these data should be followed. So this is the importance of non-clinical drug development for the regulatory submissions. Now coming to the ethical consideration while performing the non-clinical data, it must follow, or animal studies must conduct with an highest priority of the animals in which the study is going on. So the welfare, well-being, right of animal, all this should be considered as a priority, and we must follow 3R. 3R എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എത്തിക്കൽ കൺസിഡറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത്. 3R include replacement, reduction and refinement. So whenever it possible, we have to replace animal with some kind of another model. എപ്പോഴൊക്കെയാണോ നമുക്ക് ഒരു അനിമലിനെ കില്ല് ചെയ്യാത്ത രീതിയിൽ ഈ സ്റ്റഡി നടത്താൻ പറ്റുന്നത്, we have to go for that method for the clinical, non-clinical drug development. And we have to reduce the number. എത്രത്തോളം അനിമൽസിന്റെ കുറക്കാൻ പറ്റും അനിമൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അത്രത്തോളം കുറക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യണം. And we have to refine the procedure to minimize the pain as well as distress to the animal in which the non-clinical study is going on. പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തുന്ന അനിമൽസിന് വേദന കുറക്കാനുള്ള എന്തൊക്കെ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഡ്രഗ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് ഡാറ്റാസ് നമ്മൾ ഫോളോ ചെയ്യാൻ. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലിനിക്കൽ ട്രയൽ pre-clinical studies in the animal, we have to get approved from the institutional animal ethical committee, and also it should follow the committee for the purpose of control and supervision of experiment on animal, അല്ലെങ്കിൽ CPSEA guidelines. ഓക്കെ, ഈ രണ്ട് സാധനങ്ങളും റെഗുലേറ്ററി റിക്വയർമെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് എവിടെയാണോ ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത്, പ്രീ ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടക്കുന്നത്, അനിമൽസിനെ യൂസ് ചെയ്യുന്ന ഏത് അനിമൽ ഹൗസിനും വേണ്ട ഒരു കമ്മിറ്റിയാണ്. ഇവിടെ നമുക്കും ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ്, ഇക്രന്റെ ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ ഇവിടെ ഇതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജൂറിസ് പ്രൂഡൻസിൽ എന്താണ് എത്തിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അനിമൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനൊരു മാൻഡേറ്റ് ഉണ്ട്, ഇത്ര ആൾക്കാരുണ്ടാവണം അതിൽ മെമ്പേഴ്സ്, അതിൽ നിർബന്ധമായിട്ട് ഒരു വെറ്റിനറിയൻ ഉണ്ടാവണം, ഒരു ലോക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ലോക്കൽ ബോഡീസ് ഓഫ് എന്താ പറയാ നമ്മളെ പഞ്ചായത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്കൽ അനിമൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ വൺസ് വി ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ്, ഇഫ് ദർ ഈസ് ആൻ റിക്വയർമെന്റ് ഓഫ് അനിമൽ യൂസ്, we have to follow the guidelines for CPSEA. CPSEA പറഞ്ഞിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ അനുസരിച്ചുള്ള പ്രൊസീജിയറുകൾ മാത്രം വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സ്റ്റഡീസുകൾ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, CPSE ഗൈഡ് ലൈൻസ്. അപ്പൊ അനിമൽ സ്റ്റഡീസ് ഉള്ള ഏത് എക്സ്പെരിമെന്റിനും ഉള്ള ഒരു സാധനമാണ് ഈ CPSE ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അനിമൽ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നമ്പർ ഓർ യൂസ് ഓഫ് ദ അനിമൽ, there are so many recent trends and innovation in non-clinical drug development, like in vitro alternative, like organoid or microfluid അല്ലെങ്കിൽ organoids on a chip models, in silico modeling, predictive computational tools for ADME and toxicity. നമുക്ക് ചില ഡാറ്റാസുകളൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാസുകളായിരിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു മോളിക്യൂള് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് പ്രെഡിക്റ്റീവ് ഡാറ്റാസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ ഡ്രഗ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. ടോക്സിക്കോ ജീനോമിക്സ്, ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസ്, നമുക്കറിയാം നമ്മള് ഓരോ സാധനത്തിന്റെ ആക്ഷൻ എന്താന്നുള്ളത്. ഇപ്പൊ ജീനിന്റെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി 6th സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ജീൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എന്ത് പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ജീൻസുകളാണ്. ഇപ്പൊ ജെനറ്റിക് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള ടാർഗറ്റ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അപ്പോ എന്തൊക്കെയാണ് അതിലുള്ള മെക്കാനിക് ഇൻസൈറ്റ്സുകൾ, അതൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ബയോളജിക്സ് സ്പെഷ്യലൈസ്ഡ് നോൺ ക്ലിനിക്കൽ പാത്വേ ഫോർ മോണോക്ലോണൽ ആന്റിബോഡി വാക്സിൻസ്. അപ്പൊ പലപ്പോഴും
ഈ പറയുന്ന മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഒരു ഡ്രഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യേണ്ട ഒരു ടാർഗറ്റിലോട്ട് മോണോക്ലോണൽ ആന്റിബോഡീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അനിമൽ യൂസ് ചെയ്യാതെ തന്നെ പലപ്പോഴും ടെസ്റ്റ് നടത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗിനെ മോണോക്ലോണലിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിൽ തന്നെ ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അനിമൽസ് ഇല്ലാതെ തന്നെ നമുക്ക് പുറത്ത് ഇൻവിട്രോ ആയിട്ട് നമുക്ക് പല ടെസ്റ്റുകളും നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓർ വി ക്യാൻ ഫോളോ ദ 3 R's ഓഫ് ethical consideration. Okay, replacement, reduction and refinement. Okay, now coming to the type of non-clinical drug development. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വി ക്യാൻ write the rest of the things. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് non-clinical drug development studies എന്നൊക്കെ പറഞ്ഞിട്ട്. So first one is in silico studies. So before or without using any kind of animals or tissue, we can get some kind of data by using computational insights. ഇപ്പൊ നമുക്ക് അറിയുന്ന ഡാറ്റാസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻസുകളൊക്കെ കൊടുത്ത് പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ടോക്സിസിറ്റി പ്രൊഫൈലുകളും അതിന്റെ കെമിക്കൽ സ്ട്രക്ചറുകളും SARഉം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ whenever it is possible, we have to start with the in silico studies. Then we have to go for the in vitro studies by taking the tissue or organs to outside the അല്ലെങ്കിൽ to the ലാബ് ഫെസിലിറ്റിയിലോട്ട് ഈ ടിഷ്യൂസിനെ നമ്മൾ പുറത്തോട്ട് എടുത്ത് അനിമൽസിനെ യൂസ് ചെയ്യാതെ തന്നെ ഈ ടിഷ്യൂസിലോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ ഔട്ട്സൈഡ് ദ ലിവിംഗ് ഓർഗാനിസത്തിൽ നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. സോ അതും പോസിബിൾ അല്ലെങ്കിൽ അതിനെയും ഫർദർ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഒക്കെ ആവശ്യമുള്ള സമയത്ത് വി ഹാവ് ടു ഗോ ഫോർ ദ ഇൻ വൈവോ സ്റ്റഡീസ്. അപ്പൊ അനിമൽ മോഡൽ തന്നെ ആസച്ച് നമുക്ക് അനിമൽസിനെ യൂസ് ചെയ്യേണ്ടി വരും എക്സ്പെരിമെന്റ് നടത്താൻ. ഹോൾ ലിവിംഗ് ഓർഗാനിസം ബോത്ത് റോഡൻ അല്ലെങ്കിൽ നോൺ റോഡൻ അനിമൽസ് ലൈക്ക് മൈസ്, റാറ്റ്, ഗിനി പിഗ്, ഡോഗ്, മങ്കി ഇങ്ങനെയുള്ള ഡിഫറെന്റ് അനിമൽ മോഡൽസിൽ നമുക്ക് എക്സ്പെരിമെന്റുകൾ നടത്തേണ്ടി വരും. ഓക്കെ, നൗ അഗൈൻ ദിസ് ഇൻ വിട്രോ ആൻഡ് ഇൻ വൈവോ ഈസ് ഫർദർ ഡിവൈഡഡ്. എന്തൊക്കെയാണ് ഇവിടെ വരുന്ന സ്റ്റഡീസ് എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഇൻ വിട്രോ സ്റ്റഡീസ് we can study different physical, chemical properties like lipophilicity. So lipophilicity is an important parameter which will affect lots of things. Okay, ലിപ്പോഫിലിസിറ്റി എന്ന് പറയുന്ന സാധനമാണ് ഒരു ഡ്രഗിന്റെ അബ്സോർപ്ഷൻ തീരുമാനിക്കുന്നത്, ഒരു ഡ്രഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുന്നത്, ഒരു ഡ്രഗിന്റെ മെറ്റബോളിസം തീരുമാനിക്കുന്നത്, അതിന്റെ ഫാർമക്കോഡൈനാമിക് ആയിട്ടുള്ള ആക്ഷൻസുകൾ തീരുമാനിക്കുന്നതൊക്കെ ലിപ്പോഫിലിസിറ്റിയാണ്. സോ ഒരു സാധനത്തിന്റെ എഫക്ട് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന്റെ ലിപ്പോഫിലിസിറ്റി അല്ലെങ്കിൽ പാർട്ടീഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്ന സാധനം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഏത് റൂട്ടിൽ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ റൂട്ടിൽ അബ്സോർപ്ഷൻ നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കും. രണ്ടാമത്തേതാണ് സോളുബിലിറ്റി എന്ന് പറയുന്നത്. സോ സോളുബിലിറ്റി അഗെയിൻ BCS ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് പെർമിയബിലിറ്റി ആൻഡ് സോളുബിലിറ്റി. ഇപ്പോൾ വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് ആണോ, ഓയിലിൽ സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് ആണോ? അപ്പൊ ഓയിലിൽ സോളിബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകളാണെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ, കൂടുതൽ മെംബ്രെയിൻസുകൾ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടും, ബയോ അവൈലബിലിറ്റി കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. കെമിക്കൽ സ്റ്റെബിലിറ്റി PKA സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഹൈലി അയോണൈസിങ് ഡ്രഗ് ആണോ, വീക്ക്ലി അയോണൈസിങ് ഡ്രഗ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. മെറ്റബോളിക് സ്റ്റെബിലിറ്റി, ബോഡിന്റെ അകത്ത് എന്തെങ്കിലും എൻസൈമിന്റെ പ്രസൻസിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനങ്ങളാണോ, ഹെപ്പാറ്റിക് ക്ലിയറൻസ്, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സബ്സ്റ്റൻസസ്, ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ബയോഫാർമസ്യൂട്ടിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രഗിന്റെ ആക്ഷൻ കാണിക്കൂല, അത് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യൂല, അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ പെർമിയബിലിറ്റി, പ്ലാസ്മാറ്റിക് സ്റ്റെബിലിറ്റി ആൻഡ് ടോട്ടൽ ബ്ലഡ് പാർട്ടീഷൻ. All these are the different parameters which will study under the in vitro study. And in case of in vivo study, we will go for the pharmacokinetic profile. So once we inject the drug into an animal, we have to withdraw the samples of blood samples for at frequent time intervals, and we have to get the data after sufficient period of time intervals. Then we can plot a graph, plasma concentration versus time graph. Okay, ഇതെല്ലാം നിങ്ങൾ ബയോഫാർമസ്യൂട്ടിക്സിൽ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. So by this we can measure the area under the curve, Cmax, Tmax, distribution, clearance, half life, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. Then biodisposability, bioavailability, linearity, metabolized, route of excretion. And also by studying the in vivo parameters, we can go for the toxicity study. So while plotting the plasma concentration versus time graph, if the drug is going up on the maximum safe concentration, it will show its toxicity. Again, അതിന്റെ ഡാറ്റാസുകളും നമുക്ക് ഇതുപോലെ തന്നെ
ടോക്സിസിറ്റി സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വൈൽ സ്റ്റഡിങ് ദ ഡൈനാമിക് സ്റ്റഡീസ്, ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഫസ്റ്റ് വി ഹാവ് ടു ഗോ ഫോർ ദ പ്രൈമറി ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡീസ്. ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വാട്ട് ആർ ദ ഇന്റൻഡഡ് ബയോളജിക്കൽ ആക്ഷൻ, ഇന്റൻഡഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ആക്ഷൻസ് എന്താണ് എന്നുള്ളതാണ് പ്രൈമറി സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡറി ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് വൈൽ പ്രൊഡ്യൂസിങ് ആൻ ഇന്റൻഡഡ് ആക്ഷൻ സംടൈംസ് ഡ്രഗ് വിൽ കോസ് സം കൈൻഡ് ഓഫ് അതർ ആക്ഷൻസ്. എന്തുകൊണ്ടാണ് ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ്, ആസ്പിരിൻ എന്ന് പറയുന്ന NSAID ആണ്. NSAIDയുടെ യൂസ് എന്ന് പറയുന്നത് NSAID ആണ്, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്, അനാൽജസിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിപൈററ്റിക് ആക്ഷൻ ഉള്ള ഡ്രഗ് ആണ്. ഈ ആസ്പിരിൻ എന്തുകൊണ്ടാണ് സ്ട്രോക്ക് പേഷ്യൻസിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദെയർ സെക്കൻഡറി ആക്ഷൻ ആണ്. ബൈ പ്ലേറ്റ്ലെറ്റ് ഇൻഹിബിഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ്, അത് സെക്കൻഡറി ആക്ഷൻ കൊണ്ട് അത് ചില സമയത്ത് നമ്മൾ ഫാർമക്കോളജിക്കൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇന്റൻഡഡ് തെറാപ്യൂട്ടിക് ആക്ഷൻ അല്ലാതെ വേറെ എന്തൊക്കെ ആക്ഷൻസുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സേഫ്റ്റി ഫാർമക്കോളജി, വി ഹാവ് ടു അസസ് ദ പൊട്ടൻഷ്യൽ അൺഡിസൈറബിൾ എഫക്ട്. എന്തൊക്കെയാണ് ചില ഡ്രഗ്സ് കൊടുക്കുന്ന സമയത്ത് ഡ്രൈ മൗത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് പറയും. സോ ദീസ് ആർ ദ അൺഡിസൈറബിൾ എഫക്ട്. ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന പ്രോബ്ലം ആണ് റണ്ണിങ് നോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആന്റികോളിനർജിക് ഡ്രഗ്സിനൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. ഓക്കെ, ഫാർമക്കോകൈനറ്റിക് സ്റ്റഡി ഇൻക്ലൂഡ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ആൻഡ് ടോക്സിക്കോളജി studies include single dose toxicity, repeated dose toxicity, genotoxicity, carcinogenicity, and reproductive and developmental toxicity. So, what is the importance of this pharmacological study? എന്തുകൊണ്ടാണ് pharmacological study important ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, initially we have to confirm whether the drug is correctly binding with an target molecules. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടാർഗറ്റ് മോളിക്യൂൾസിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡ്രഗ് പോയി ബൈൻഡ് ചെയ്യുന്നത് ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് ഇന്റൻഡഡ് യൂസ് അല്ല ഇന്റൻഡഡ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ എത്തുന്ന സമയത്ത് ബ്ലഡ് അത് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പോയി നോക്കുക എന്നുള്ളതാണ്. സോ ഡിസീസ് കണ്ടീഷൻസിൽ ആ ഫാർമക്കോഡൈനാമിക് ആക്ഷൻസുകൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഏത് നമ്മൾ പലപ്പോഴും SAR ഒക്കെ സ്റ്റഡി നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സിമിലർ മോളിക്യൂൾസുകളൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏത് മോളിക്യൂൾസുകളാണ് മോർ ഇന്റൻഡഡ് ആക്ഷൻ ഉണ്ടാക്കുന്നത് വിത്ത് മിനിമം സൈഡ് എഫക്ട്. ഒരു സീരീസ് ഓഫ് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം അനിമൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഇതിൽ ഏത് സ്പെസിഫിക് മോളിക്യൂൾസുകളാണ് മാക്സിമം ഇന്റൻഡഡ് ആക്ഷൻ വിത്ത് മിനിമം സൈഡ് എഫക്ട് കിട്ടുന്നത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫാർമക്കോളജിക്കൽ സ്റ്റഡീസുകൾ നടത്തുന്നത്. ഓക്കെ, ഈ ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി വിച്ച് ഈസ് അഗെയിൻ ഡിവൈഡഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി ആൻഡ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡി. സോ ഫസ്റ്റ് വൺ ഈസ് റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി. അതിൽ റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫാർമക്കോളജിക്കൽ സ്റ്റഡി. ഒരു ഡ്രഗ് അതിന്റെ ഇനീഷ്യൽ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഓഫ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെ നടത്തുന്ന റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ പ്രൈമറി ഫാർമക്കോളജിക്കൽ സ്റ്റഡിയും സെക്കൻഡറി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസുകളൊക്കെ GLP സ്റ്റാൻഡേർഡ് പ്രകാരം പെർഫോം ചെയ്യുന്നത്. പ്രൈമറി ഫാർമക്കോളജിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ പ്രൈമറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്റൻഡഡ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡ്രഗ് എന്തിനാണോ കൊടുക്കുന്നത് ആ ആക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി ആക്ഷൻസുകൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി റിസർച്ചുകൾ നടത്തുന്നത്. സോ ബൈ ദിസ് വി വിൽ ഡിറ്റർമൈൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഏത് റിസപ്റ്ററിലാണ്, ഏത് അയോൺ ചാനലിലാണ്, അല്ലെങ്കിൽ ഏത് ട്രാൻസ്പോർട്ടറിലാണ്, ഏത് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് എന്നുള്ള ആ കറക്റ്റ് ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാൻ ബി കണ്ടക്ടഡ് ബൈ ഇൻവിട്രോ ഓർ ഇൻവൈവോ. ഇൻവൈവോ എന്ന് പറയുന്ന സമയത്ത് അനിമൽസിൽ നേരിട്ട് എടുത്തിട്ട് നടത്താം, അനിമൽ മോഡൽസിൽ നടത്താം. അതെല്ലാം ഇൻവിട്രോ എന്ന് പറയുന്ന സമയത്ത് റേഡിയോ ലാബിൾഡ് ആയിട്ടുള്ള ബൈൻഡിങ്, നമുക്കൊരു സ്പെസിഫിക് മോളിക്യൂൾസ് അതിന്റെ എക്സാക്ട് ടാർഗറ്റിൽ തന്നെ ബൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഡ്രഗിനെ ഒരു റേഡിയോ ലാബലിംഗ് ചെയ്തു കഴിഞ്ഞിട്ട് അതിനെ ഈ ആന്റിജൻ ആന്റിബോഡി അസേയൊക്കെ നടത്തുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് അതിന്റെ ബൈൻഡിങ് സൈറ്റിലാണോ പോയി ബൈൻഡ് ചെയ്യുന്നതെന്നൊക്കെ മെഷർ ചെയ്യുന്ന രീതിയിലാണ് ഇൻവിട്രോ സ്റ്റഡീസുകൾ നടത്തുന്നത്. ഇനി സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അൺഇന്റൻഡഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഓവറാൾ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി അലോങ് വിത്ത് ദ വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊപ്പോസ്ഡ് തെറാപ്യൂട്ടിക് എഫക്ട്. ഇപ്പൊ ഫാർമക്കോളജി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും
ഹെയർ ഗ്രോത്തിനുള്ള ഒരു സാധനം. ഏതാണ്? മിനോഡോക്സിൽ. മിനോഡോക്സിലിന്റെ യൂസ് എന്താണ്? മിനോഡോക്സിൽ ഇറ്റ്സ് ആൻ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ഓക്കെ, ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഡ്രഗ് യൂസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു അൺഇന്റന്റഡ് ആയിട്ടുള്ള യൂസ് ആയിരുന്നു അൺവാണ്ടഡ് എയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഈ അൺവാണ്ടഡ് എയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഷണ്ടിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാൻ. അപ്പൊ ഇതുപോലെയുള്ള അൺഇന്റന്റഡ് ആയിട്ടുള്ള ആക്ഷൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് സെക്കൻഡറി റിസർച്ച് ഫാർമക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് യൂസ് അല്ലാതെ വേറെ എന്തൊക്കെ രീതിയിലുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഇതിന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഇൻവിട്രോ ആസ് വെൽ ആസ് ഇൻവൈവോ. ഇൻവൈവോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അനിമൽ മോഡൽസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇൻവിട്രോ എന്ന് പറയുന്ന സമയത്ത് ബൈൻഡിങ് ടു ദ നോൺ ടാർജറ്റ് റിസപ്റ്ററിലൊക്കെ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സ്റ്റഡീസിൽ നമ്മൾ എന്താ സ്റ്റഡി ചെയ്തത്? ടാർജറ്റിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെന്നാണ് സ്റ്റഡി ചെയ്തത്. ഓക്കെ, സെക്കൻഡറി റിസർച്ച് സ്റ്റഡീസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് നോൺ ടാർജറ്റിലും കൂടി പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഈ എഫക്ട് ഉണ്ടാക്കുന്നത്? അൺഇന്റന്റഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് എഫക്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് നമ്മൾ ഉദ്ദേശിച്ച റിസപ്റ്ററിൽ അല്ലാതെ വേറെ എവിടേക്കോ പോയി ബൈൻഡ് ചെയ്തത് കൊണ്ടാണ് അൺഇന്റന്റഡ് ആയിട്ടുള്ള എഫക്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നോൺ ടാർജറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഇൻവിട്രോ ആയിട്ട് നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതില് ഈ പ്രൈമറി റിസർച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ കൺഫേം ചെയ്യാൻ പറ്റുക. അതിനാണ് സെലക്റ്റീവ് ടോക്സിസിറ്റി എന്ന് പറയാ, ബയോളജിക്കൽ സ്ക്രീനിങ് ഫോർ സെലക്ടിവിറ്റി ആസ് വെൽ ആസ് ബൈൻഡിങ് അസേ. അപ്പോ സ്ക്രീനിങ് എന്ന് പറയുന്ന സമയത്ത് ഔട്ട് ഓഫ് ദിസ് മച്ച് ടാർജറ്റ് ഏത് സാധനത്തിലാണ് നമ്മളെ മോളിക്യൂൾ പോയി ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. ബൈൻഡിങ് അസേ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എത്ര പെർസെന്റേജ് അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ പൊട്ടൻസി ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡറി പ്രൊഫൈലിംഗ് ഫാർമക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡീസ് നമ്മൾ നടത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകൾ കണ്ടെത്തുന്നത്. വെദർ മോളിക്കുലാർ ആൻഡ് സെല്ലുലാർ എഫക്ട് ഈസ് ഇൻ ദ പ്രഡിക്റ്റഡ് ഫാർമക്കോളജിക്കൽ എഫക്ട് തന്നെയാണോ നടക്കുന്നത്, വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആക്ഷൻ ഓൺ ഇറ്റ്സ് പ്രിൻസിപ്പൽ മോളിക്കുലാർ ടാർജറ്റ്. പ്രിൻസിപ്പൽ ആയിട്ടുള്ള ടാർജറ്റ് തന്നെയാണോ പോയി ബൈൻഡ് ചെയ്യുന്നത്, അതല്ല വേറെ ഏതെങ്കിലും ടാർജറ്റിൽ പോയിട്ടാണോ ഈ പറയുന്ന ഡ്രഗ്സുകൾ എഫക്ട് ചെയ്യുന്നത്. ഈസ് ദർ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ പൊട്ടൻസി അറ്റ് ദ മോളിക്കുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ ഓർ അനിമൽ മോഡൽസ്. ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടുന്നത് ഈ പ്രൊഫൈലിംഗ് നടത്തുന്ന സമയത്താണ്. കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഫാർമക്കോളജിക്കൽ സ്റ്റഡി. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ സ്റ്റഡിയാണ്. അതിൽ ഫാർമക്കോ ഡൈനാമിക്സും ഉണ്ട്, ഫാർമക്കോ കൈനറ്റിക്സും ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് ആണ്. എന്തൊക്കെയാണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്ട് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ. ദിസ് മാൻഡേറ്ററി. കാരണം റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരം IND അപ്രൂവലിന് പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗീവ് ദ ഡാറ്റ ദാറ്റ് ദ ഗിവൺ ഡ്രഗ് ഈസ് സേഫ്, എഫിക്കസ് ആൻഡ് ഫ്രീ ഫ്രം ദ ടോക്സിസിറ്റി. അത് സേഫ് ആണ്, ടോക്സിസിറ്റി ഇല്ല എന്ന് ഉള്ള ഡാറ്റ കൊടുക്കണം. സോ അൺഡിസൈറബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫാർമക്കോ ഡൈനാമിക് എഫക്ട്സുകൾ നടത്തുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇതിന് ത്രെട്ടനിങ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട് എന്തൊക്കെയാണ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് എഫക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. ഇതും എഗെയിൻ രണ്ട് രീതിയിൽ നടത്താം. ഇൻവൈവോ ആയിട്ട് നടത്താം, ഇൻവിട്രോ ആയിട്ട് നടത്താം. ഇൻവൈവോ എന്ന് പറയുന്ന ആസ് അനിമൽസിൽ നടത്തുന്നതായിരിക്കും. ഇൻവിട്രോ എന്ന് പറയുന്നത് നമ്മൾ മോളിക്യൂൾസിൽ, സ്ട്രക്ചർ മോളിക്യൂൾസിൽ. നിങ്ങൾ ലാബില് ഫാർമക്കോളജി പ്രാക്ടിക്കൽസിൽ നടത്തുന്ന സാധനങ്ങളൊക്കെ ഇൻവിട്രോ സ്റ്റഡീസുകളാണ്. നിങ്ങൾ ഡോസ് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റെസ്പോൺസ് കൂടുന്നു. ഇതേ സാധനം തന്നെയാണ് ഇവിടെയും നമ്മൾ സ്റ്റഡി നടത്തുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂൾസ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഏത് റിസപ്റ്ററാണ്, ആ റിസപ്റ്ററുള്ള ഓർഗൻ എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇൻവിട്രോ സ്റ്റഡി നടത്തേണ്ടത്. ഹാർട്ടിലുള്ള ഒരു റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഹാർട്ട് സെൽസിനെ ആയിരിക്കും എടുക്കേണ്ടി വരിക. അതിലോട്ടായിരിക്കും നമ്മൾ ഡ്രഗ് കൊടുക്കുന്നുണ്ടാവുക. ഡോസ് റെസ്പോൺസ് കർവ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. എഗെയിൻ ഡോസ് റെസ്പോൺസ് കർവുകളാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഡോസ് കൊടുക്കുന്നതിനനുസരിച്ച് റെസ്പോൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും സ്റ്റഡി നടത്തുന്നത്. ഇൻവൈവോലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അനിമൽസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ സ്റ്റഡി നടത്തുന്നുണ്ടാവുക. CVSലാണെങ്കിൽ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഒക്കെ നമ്മൾ എക്സ്റ്റേണലിയും നമ്മൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. CNSൽ മോട്ടോർ ആക്ടിവിറ്റി, ബിഹേവിയറൽ ചേഞ്ച്, കോർഡിനേഷൻ ആക്ടിവിറ്റി, റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഒരു പാർക്കിൻസോണിസം ഡ്രഗ് അതിന്റെ എഫക്ട് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ആന്റി പാർക്കിൻസോണിസം അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡ്രഗ്, അൽഷിമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഡ്രഗ് ബിഹേവിയറൽ ചേഞ്ച് നോക്കിയിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഒരു അനിമൽസിന്റെ ബിഹേവിയറൽ ചേഞ്ച് ഒബ്സർവ് ചെയ്തിട്ട് വേണം ഒരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള
മോട്ടോർ ആക്ടിവിറ്റി, അതിന്റെ ഫിസിക്കൽ മൂവ്മെന്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, അതിന്റെ ബിഹേവിയറൽ ആക്ടിവിറ്റി. നമുക്ക് എല്ലാ അനിമൽസിനും സ്റ്റഡി നടത്താനുള്ള കുറേയധികം സ്റ്റഡീസുകൾ ഉണ്ട്, കുറേയധികം പാറ്റേൺസുകൾ ഉണ്ട്, അതിന്റെ കൂടെ കുറെ സൈക്കോളജികൾ ഉണ്ട്. നമുക്ക് പല സാധനങ്ങളും സോഷ്യൽ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യിക്കാം. ഓക്കെ, ഷോക്ക് അടിക്കുന്ന കുറെ എക്സ്പെരിമെന്റ്സുകൾ ഉണ്ട്. റാറ്റിനെ ഒരു കൂടിന്റെ ഉള്ളിലിട്ടു. ഓക്കെ, അപ്പോ ഈ കൂട് ഇതിന് തീറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കുന്ന ഒരു സാധനത്തിന്റെ പെഡൽ ഇടുമ്പോ പോയി തൊടുന്ന സമയത്ത് മാത്രമേ ഈ റാറ്റിന് ഷോക്ക് തീറ്റ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് ഒന്ന് രണ്ട് തവണ ആക്സിഡന്റലി സംഭവിച്ച സമയത്ത് രണ്ടാമത് തവണ ഇന്റൻഷനലി അത് പോയി തൊടുന്ന സമയത്താണ് അവർക്ക് അതിന്റെ ഫുഡ് കിട്ടാൻ തുടങ്ങാം. അപ്പൊ ഇതെല്ലാം അത് സോഷ്യലി ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെ ബിഹേവിയറൽ ചേഞ്ചസുകൾ, കോർഡിനേഷൻ ആക്ടിവിറ്റി, സെൻസറി റിഫ്ലക്സുകൾ, ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് അതിന്റെ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി ചില സമയത്ത് സേഫ്റ്റി സ്റ്റഡീസ് ആവശ്യമായിട്ട് വരില്ല. ചില ഡ്രഗ്സിന്റെ IND അപ്ലിക്കേഷന്റെ സമയത്ത് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ ഡാറ്റാസ് നമുക്ക് കൊടുക്കേണ്ടി വരില്ല. ഫോർ എക്സാമ്പിൾ, ദ ഡ്രഗ്സ് വിച്ച് ഈസ് ഇന്റൻഡഡ് ടു അപ്ലൈ ഫോർ ലോക്കൽ ആക്ഷൻ, ഓയിൽമെന്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനം, ടോപ്പിക്കൽ ആയിട്ട് തേക്കേണ്ട ഒരു സാധനം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ we don't have to give the data for the safety pharmacological data. Pharmacology of an investigational of well-known drugs, already established ആയിട്ടുള്ള ഡ്രഗ് ആണ്. But now we are planning to formulate that drug in some another route. വേറൊരു റൂട്ടിൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സെയിം ബയോ അവൈലബിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന വേറൊരു റൂട്ടിൽ നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം. പക്ഷെ അതിന്റെ ഡാറ്റ ഒക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ ഡാറ്റ കൊടുക്കണ്ട. അതുപോലെ ഏതെങ്കിലും റൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഈസ് വെരി വെരി ലോ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ സേഫ്റ്റി ഫാർമക്കോളജി ഡാറ്റ ആവശ്യമായിട്ട് വരുന്നില്ല. ന്യൂ ഡെറിവേറ്റീവ് ഹാവിംഗ് സിമിലർ ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോഡൈനാമിക് ഡ്രഗ്സ്. ഇപ്പോൾ ഒരു ഡ്രഗിന്റെ എസ്റ്റർ മാറ്റുക എന്നുള്ളത്, ഇപ്പോൾ പൊട്ടാസ്യം ക്ലാവുനേറ്റ് അതിന് പകരം സോഡിയം ക്ലാവുനേറ്റ് ആവുക. ഫോർ എക്സാമ്പിൾ പറയാണ്, രണ്ടും വേറെ വേറെ, അത് ആന്റിബയോട്ടിക് ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബീറ്റാ ലാക്ടം ഇൻഹിബിറ്റർ, ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതിന്റെ ഒരു എസ്റ്റർ മാറ്റുന്ന സമയത്ത് സെയിം ഡ്രഗ് സെയിം ആണ്, പക്ഷെ അതിന്റെ വേറൊരു ഡെറിവേറ്റീവ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഡാറ്റ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വി ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ ഡാറ്റ. ബയോടെക്നോളജിക്കലി ഡിറൈവ്ഡ് പ്രൊഡക്റ്റ് ദാറ്റ് അച്ചീവ് ഹൈ സ്പെസിഫിക് റിസെപ്റ്റർ, മോണോക്ലോണൽ ആന്റിബോഡി ഒക്കെ, അതിന്റെ ഒക്കെ ഇൻവിട്രോ സ്റ്റഡി ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണ്. നോൺ ടാർജറ്റിൽ പോയി ബൈൻഡ് ചെയ്യുന്നില്ല, ടാർജറ്റിൽ മാത്രമേ പോയി ബൈൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഡാറ്റ ഉള്ള സാധനങ്ങൾക്കും യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ്. നൗ ഡ്രഗ് ഡെവലപ്മെന്റിന്റെ കേസിൽ എപ്പോഴൊക്കെയാണ് സേഫ്റ്റി ഫാർമക്കോളജിക്കൽ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റഡീസ് ആവശ്യമായിട്ട് വരിക? പ്രിയർ ടു ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ടു ഹ്യൂമൻ. ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാൻഡേറ്ററി ആയിട്ട് പ്രീ ക്ലിനിക്കൽ ഡാറ്റ അല്ലെങ്കിൽ സേഫ്റ്റി ഫാർമക്കോളജിക്കൽ ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. സേഫ് ആണ്, അനിമൽസിൽ സേഫ് ആണെന്നുള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ IND അപ്ലിക്കേഷൻ അപ്രൂവ് ആവുള്ളൂ, എങ്കിൽ മാത്രമേ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, ഡ്യൂറിംഗ് ക്ലിനിക്കൽ ഡെവലപ്മെന്റ്. സോ ഒരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്തു, പ്രീ ക്ലിനിക്കൽ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തു. അത് പ്രകാരം നമ്മൾ ഒരു അപ്രൂവലിന് IND അപ്രൂവലിന് പോയി, നമുക്ക് IND അപ്രൂവൽ കിട്ടി, നമ്മൾ ക്ലിനിക്കൽ ട്രയലും സ്റ്റാർട്ട് ചെയ്തു. ഈ ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നതിന്റെ ഇടക്ക് we have some another thought of giving this drug in some kind of another route, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ഡ്രഗിനെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബിഫോർ ഗോയിങ് ഫോർ ദാറ്റ് റൂട്ട് അഗെയിൻ ദേ ഹാവ് ടു ഗോ ഫോർ ദ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ്. വീണ്ടും ഈ പറയുന്ന റൂട്ടിൽ ആനിമൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം, അതിന്റെ ഡാറ്റ വെച്ചിട്ട് വേണം ക്ലിനിക്കൽ ട്രയലിന്റെ ഇടയിലാണെങ്കിൽ പോലും ഈ സാധനത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. Before applying for market approval. So even after the completion of the clinical trial, ചില സമയത്ത് ചില എക്സ്ട്രാ ഡാറ്റ റെഗുലേറ്ററി അതോറിറ്റീസ് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവര് ക്ലിനിക്കൽ ട്രയലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ സേഫ്റ്റി ആണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ റെഗുലേറ്ററി അതോറിറ്റി അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളെ നോൺ ക്ലിനിക്കൽ ഡാറ്റയിൽ ഇന്ന ഡാറ്റ വേണമെന്ന് പറയുന്ന സമയത്ത്, ആ സമയത്തും ചിലപ്പോൾ ഈ ഫാർമക്കോളജിക്കൽ സേഫ്റ്റി സ്റ്റഡീസുകൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി there are two types of pharmacological safety studies, that is acute toxicity studies and long term toxicity studies. Okay, ഇതിൽ acute toxicity studies എന്ന് പറയുന്നത് മിനിമം സെയിം റൂട്ടിൽ 2 ഡിഫറെന്റ് സ്പീഷീസിൽ നടത്തേണ്ട
കൊടുക്കേണ്ട സാധനങ്ങളാണ്. ഈ അക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 hours വരെയൊക്കെ സ്റ്റഡി നടത്തേണ്ട ആവശ്യമുള്ളൂ. ഈ 72 hours ഉള്ളിൽ ഉണ്ടാവുന്ന ടോക്സിസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് സ്റ്റഡി നടത്തേണ്ട രീതിയിലുള്ള ഡാറ്റാസുകളാണ് ഈ അക്യൂട്ട് ടോക്സിസിറ്റി. മൊറാലിറ്റി, അത് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം മോർട്ടാലിറ്റി ഉണ്ടാവുന്നുണ്ട് ഒരു സ്പെസിഫിക് 2-3 ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള സ്റ്റഡിയാണ് ഈ പറയുന്ന അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. It should be carried out in at least 2 species, usually mice and rat, using the same route as that of intended for the humans. And in addition, at least 2 more routes should be used to ensure the systemic absorption of the drug. And mortality should be looked up for 72 hours after the parenteral administration and up to 7 days after the oral administration. And symptom, signs and mode of death should be reported. മോർട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടാണ് അനിമൽ ഡെഡ് ആയിട്ടുള്ള ഡാറ്റ നിർബന്ധമായിട്ടും അക്യൂട്ട് ടോക്സിസിറ്റി സ്റ്റഡീസിൽ കൊടുക്കേണ്ടതുണ്ട്. ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് അറ്റ്ലീസ്റ്റ് 2 mammalian species. Out of this 2 mammalian species, one should be non-rodent. ഈ എലി അല്ലാത്ത ടൈപ്പ് സാധനങ്ങൾ, അപ്പൊ അതിന്റെ മുകളിലുള്ള സാധനം റൈനസ് മങ്കി പോലെയുള്ള സാധനത്തിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന അക്യൂട്ട് ലോങ് ടേം ടോക്സിസിറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഡ്യൂറേഷൻ വിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ അബ്സോർപ്ഷൻ. ഇതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ. ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു, മാക്സിമം ഓഫ് 7 days ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ, 72 hours ആഫ്റ്റർ parenteral use in case of acute toxicity studies. Long term toxicity കേസിലാണെന്നുണ്ടെങ്കിൽ 7 days അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ അതിന്റെ മേളിലോട്ട് മാത്രമാണ് നമ്മൾ ഇതിന്റെ സ്റ്റഡി നടത്തുന്നത്. ഇതിന്റെ കൂടെ കൺട്രോൾ ഗ്രൂപ്പ്സുകളും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൺട്രോൾ ഗ്രൂപ്പ്സിന് വെഹിക്കിൾ മാത്രമായിട്ട് കൊടുക്കണം, അതിൽ ഡ്രഗ് ഇല്ലാതെ കൊടുക്കണം. അതിന്റെ കൂടെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഓഫ് അനിമൽസിൽ ഈ പറയുന്ന ഇന്റൻഡഡ് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹ്യൂമൻ, അതേ റൂട്ടിൽ തന്നെ ഈ അനിമൽസിലും നമ്മൾ ഇതിന്റെ ഡാറ്റ കൊടുത്തിട്ട് വേണം ഇതിന്റെ ടോക്സിസിറ്റി സ്റ്റഡീസ് നടത്താനുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്സ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ്സ്. അപ്പോ ഇത് സ്ഥിരമായിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്നുള്ളതും എന്താണ് അതിന്റെ റെഗുലേറ്ററി റിക്വയർമെന്റ് എന്നുള്ളതും. ഇപ്പൊ റെഗുലേറ്ററി റിക്വയർമെന്റ് ഫോർ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഗൈഡ് ലൈൻസ് ദാൻ ദി ഡിഫറെന്റ് സ്റ്റഡീസ്. ഫാർമക്കോളജിക്കൽ സ്റ്റഡീസ് കുറെ എഴുതി വെക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഏതൊക്കെ ഗൈഡ് ലൈൻസുകളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എത്തിക്കൽ ഗൈഡ് ലൈൻസുകൾ, ഏതൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ആ സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെന്റ് ആസച്ച് ചോദിക്കുന്ന സമയത്ത് യു ക്യാൻ ഇലാബറേറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻ വിട്രോ, ഇൻ വൈവോ, primary and secondary research pharmacology as well as safety pharmacological data. These are some of the references, and that's all about the non-clinical drug development or preclinical testing. Thank you.